കാശില്ലെങ്കിൽ നാട്ടിലൊരു വിലയില്ല അല്ലേ അളിയ? ശരിയാണ്. പണ്ടൊക്കെ വിചാരിച്ച് പെണ്ണാണ് വലുതെന്നു, ഇപ്പൊ മനസ്സിലായി കാശാണ് വലുതെന്നു. ശരിയാണ്. ഞാൻ കരുതി നിന്റെ അച്ഛന് മാത്രമേ ഉളുപ്പില്ലാന്നു, ഇപ്പൊ മനസ്സിലായി നിനക്കും ഇല്ലാന്നു. ശരി, പറടാ, ശരിയാണെന്ന് പറ, നീ ശരിയാണെന്ന് പറ. അല്ല ഇപ്പൊ രണ്ടും കൂടെ വന്നെന്തിന്? കാശ് കടം കൊടുക്കുന്നതിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? വളരെ മോശം അഭിപ്രായം ഉണ്ടാ. സമയത്തിന് തിരിച്ചു കൊടുത്താ പോരെ? എല്ലാവർക്കും ഒരു വിചാരമുണ്ട് ഈ സർക്കാർ ജോലിയുള്ളവർക്ക് കൈ നിറയെ പൂത്ത കാശാണ്. ഒരു മാസം തള്ളിയതൊക്കെ ഞാൻ പെടുന്ന പാട് എനിക്കേ അറിയാവുള്ളൂ. പക്ഷെ എന്തെങ്കിലും കാണോ, അലമാരയുടെ ഇടയിലോ ബുക്കിനിടയിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും മറിക്കാനെങ്കിലും പറ്റും. നീ ഇതായിട്ട് ജോലിക്ക് പോയില്ലേ? അമ്മ പറഞ്ഞ ഇപ്പം പോണ്ട, അച്ഛൻ മരിച്ചിട്ട് പോയാൽ മതി. എന്റെ അച്ഛന് ജോലിയില്ല. തേങ്ങ ഇപ്പോ കായ്ക്കണമെന്നില്ല, അല്ലെങ്കിൽ അത് വിറ്റെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കായിരുന്നു. പക്ഷെ വല്ല മരവും കുറിച്ച് വിറ്റാ പോരെ? നല്ല വില കിട്ടും ഈ മരത്തിനൊക്കെ. നിനക്കൊക്കെ ഇപ്പൊ എത്ര രൂപ വേണം? ഒരു 250 രൂപ. അയ്യോ, ഒരു 500 രൂപ ഞാൻ അതിൽ വെച്ചിരുന്ന് കാണാനില്ല. 500 രൂപയാണിത്. അത് എടുത്തോട്ടാന്ന് ചോദിക്കാൻ വന്നേ. അത് ഞാൻ എടുത്ത് നമ്മള് കൊണ്ടുതരാം. ബാക്കി